ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ അടുക്കളയിൽ പോയപ്പോഴാണ് നമ്മുടെ മാവ് പൊന്തി ആകെ കുറേ പോയിട്ട് നമ്മുടെ പാത്രത്തിൽ നിന്നാലും ഞങ്ങൾ കുറച്ചൊന്ന് മാറ്റി വയ്ക്കുകയാണ്. നമ്മുടെ മാവ് മിക്ക ദിവസവും ഇതുപോലെ പൊന്തലുണ്ട്. നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല പഞ്ഞി പോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. പിന്നെ നല്ലപോലെ സ്പോഞ്ച് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തലേന്നത്തെ മാവുണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ച് കൊടുത്താൽ ഭയങ്കര സോഫ്റ്റ് ആവും. ഇതിപ്പോൾ നമ്മളങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. നല്ല സോഫ്റ്റ് കാരണം നമ്മൾ ഇഡ്ഡലിയും അതുപോലെ തന്നെ സാമ്പാറുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഉച്ചക്കേക്ക് ആവശ്യമുള്ള ചീര നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് പോയി പൊട്ടിച്ചെടുത്തുകൊണ്ട് വന്നു കേട്ടോ. ചുവന്ന ചീരയാണെന്ന് വെച്ചാൽ ഡാർക്ക് ചുവപ്പല്ല, ഞങ്ങളവിടെ ഡാർക്കാണ് ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ വിത്തെടുത്ത് വെച്ച് പാവിയപ്പോൾ ഇപ്രാവശ്യം കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗ്രീനും കൂടെ നമ്മുടെ ഈ റെഡുമ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ള തോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ മത്തങ്ങയും ആ സൈഡിൽ വളരുന്നുണ്ട്, അതുപോലെ ഉണ്ടായി തുടങ്ങുന്നുണ്ട്. പിന്നെ മത്തങ്ങയും അതുപോലെ തന്നെ ചീരയൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ പയറും മിക്ക സാധനങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ഒരു വളം അരിഞ്ഞെടുത്തു കേട്ടോ. നമുക്ക് ആവശ്യത്തിന് വേണ്ടത് ചീര നമ്മൾ കുറേ അരിഞ്ഞാലും വഴറ്റിയൊക്കെ വരുമ്പോൾ കുറച്ചായിട്ട് മാറും. അപ്പോൾ നമ്മൾ ചക്കക്കുരുവും കൂടി ഇടുന്നുണ്ട് കേട്ടോ കാച്ചാനായിട്ട്. ചക്ക കഴിഞ്ഞ ദിവസം മേടിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതേതായാലും കഴിച്ച് അതിൻ്റെ കുരുവൊക്കെ നമ്മൾ എടുത്ത് വെച്ചിരുന്നു. ചക്കക്കുരുവും ചീരയും നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഞങ്ങളിത് ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. ഇതിൽ ചക്കക്കുരു കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ്. നല്ലപോലെ വേവിച്ചിട്ട് വേണം നമ്മളിതിലിട്ട് കൊടുക്കാനായിട്ട്. നമ്മുടെ ഒരു മീഡിയം പരുവത്തിൽ, കാരണം ചീര നമുക്ക് എന്തായാലും അധികം നേരം ചൂടാക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ചീരയും ചക്കക്കുരുവും അതുപോലെ തന്നെ ഒരു മുട്ട എടുത്തൊന്ന് ഒരു അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ നമ്മുടെ ഇതിൽ നിന്ന് തന്നെ പപ്പക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേതായാലും മുറിച്ച് കഴിക്കാൻ വിചാരിച്ചു. കളറ് കുറച്ച് കുറവാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ പപ്പക്കായ. മഴയൊക്കെ പെയ്ത് കാരണം അതിൻ്റെ ഉള്ളിൽ തന്നെ കുരുവൊക്കെ മുളയ്ക്കാൻ പാകത്തിന് നിൽക്കുന്നുണ്ട്. നമ്മുടെ റെഡ് ലേഡി എന്ന് പറഞ്ഞ് കൊണ്ടുവച്ചതാണ്. പക്ഷേ റെഡ് ലേഡി അല്ല കറക്റ്റ്, ഇത് വേറൊരു സൈസ് പപ്പക്കായ പോലെയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ പപ്പക്കായൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് വേപ്പിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കവറിലാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് പൊട്ടിച്ചതേ നല്ലപോലെ ഫ്രഷ് ആയിട്ടിരിക്കണം. നമ്മൾ പാക്കിങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല കുറേ നാളൊക്കെ ഇരിക്കും. പിന്നെ വൈകുന്നേരം ആയപ്പോഴാട്ടോ ഒരു ചെറിയൊരു അയിനീച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അധികം ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി കണ്ടിട്ട്. എന്നാലും നമ്മൾ പൊളിച്ച് നോക്കിയപ്പോൾ നമുക്ക് കഴിക്കാനുള്ളൊരു 3-4 ചോള ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അധികം ഉണ്ടായിരുന്നില്ല, കാരണം നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന അയിനിയും കുറച്ച് വലിപ്പം കുറവാണ് ചക്കയ്ക്ക്. നമ്മുടെ പറമ്പിൽ വേറെയും അയിനികളുണ്ട്, അതിലൊക്കെ അത്യാവശ്യം നിറയെ ചോളകളായിരിക്കും. ഇത് വലിപ്പം തന്നെ ഭയങ്കര കുറവാണ്. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഇതിൽ കഴിക്കാൻ കിട്ടുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരമായിരുന്നു. അപ്പോൾ അതിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇഷ്ടം പോലെ ഇതിൻ്റെ തൊണ്ടുകളാണ്. കാരണം കിരികളൊക്കെ കൊത്തിയിടും, കാരണം ഭയങ്കര മുകളിലാണ്. പിന്നെ ഇതേ പറമ്പിൽ നോക്കിയപ്പോൾ ഒരു പേരയ്ക്ക നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 2-3 കൊത്തി താഴെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ പൊട്ടിക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. അങ്ങനെ നമ്മളിത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അതുമ്പോൾ തന്നെ ഫ്രാഷൻ ഫ്രൂട്ടൊക്കെ പടർന്ന് നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കിട്ടിയ പേരയ്ക്കത് ഇതാണ് കേട്ടോ. അത്യാവശ്യം ഒരെണ്ണം നമുക്ക് കൊത്തിയതുണ്ടായിരുന്നു, ഒരെണ്ണം നമുക്ക് പച്ച പോലത്തെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ അവിടെ കൊത്തി കിടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പഴുത്ത് വീണതാണെന്ന് വിചാരിച്ച് നോക്കിയതാണ്, പക്ഷേ അവസാനം നോക്കിയപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം കേടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചെടിത്തോട്ടത്തിൽ പുതിയൊരു സീനിക വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. റെഡല്ല, കറക്റ്റ് ഒരു നല്ലൊരു മെറൂൺ കളറാണ് ഇതിൻ്റെ. നല്ല ഭംഗിയാണ് കാണാൻ. രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല രസമാണ് കാണാൻ. പിന്നെ നമ്മളൊരു ചക്കയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം മുതിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേതായാലും മുറിച്ച് എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ. നമ്മുടെ ഈവനിങ് ഫുഡ് ചക്കയായിരുന്നു. പിന്നെ കുറേ നേരം നമ്മൾ പുറത്തൊക്കെ നടക്കും കേട്ടോ എല്ലാ ദിവസവും. അങ്ങനെ ചക്കയൊക്കെ കഴിച്ച് രാത്രിയിലേക്ക് ഒരു അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വാഴയിലൊക്കെ പൊട്ടിച്ചു ഗോതമ്പിൻ്റെ അട ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫായിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.